ഒരു ഫോൺ സംഭാഷണ വിവാദമാണ് ഇപ്പോൾ തായ്ലൻഡ് തെരുവുകളിൽ പ്രതിഷേധക്കാരെ കൊണ്ട് നിറയ്ക്കുന്നത്. കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രി ഹുൻ സെന്നുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി ഫെയ്ത്തോങ് തരൺ ഷിനവത്രയുടെ രാജി ആവശ്യപ്പെട്ട് തായ്ലാന്റിൽ പ്രതിഷേധം കനക്കുകയാണ്. തലസ്ഥാനമായ ബാങ്കോക്കിൽ ശനിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. കംബോഡിയയുമായുള്ള അതിർത്തി തർക്കം മോശമായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ ഷിനവത്രയ്ക്കെതിരെ ജനരോക്ഷം കനക്കവെയാണ് കോളിളക്കം സൃഷ്ടിച്ച് ഹുൻസെന്നുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നത്. ഹുൻസെൻ തന്നെയാണ് 17 മിനിറ്റുള്ള സ്വകാര്യ സംഭാഷണം ഈ മാസം 18-ന് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. തായ് സൈന്യത്തോട് തികഞ്ഞ അനാദരവും കംബോഡിയയോട് വലിയ ആഭിമുഖ്യവും കാണിക്കുന്നതാണ് ഷിനവത്രയുടെ പരാമർശങ്ങളെന്നാണ് പൊതുവെയുള്ള ആരോപണം. അതിർത്തി സംഘർഷം ലഘൂകരിക്കാൻ വ്യക്തിപരമായി നയതന്ത്ര ശ്രമം നടത്തിയതെന്നാണ് സംഭാഷണത്തെക്കുറിച്ച് ഷിനവത്ര പറയുന്നത്. ജനരോക്ഷം ഉടലെടുത്തതോടെ ഷിനവത്ര പരസ്യമായി മാപ്പ് പറയുകയും സായുധ സേനകൾക്ക് അചഞ്ചലമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഫോൺ വിളി ചോർന്നതുമായി ബന്ധപ്പെട്ട് കംബോഡിയയുടെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. സംഭാഷണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പ്രതികൂലമായാൽ ഷിനവത്രയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. സംഭവത്തിന് പിന്നാലെ 69 എംപിമാരുള്ള ബുജൈദൈ പാർട്ടി ഷിനവത്രയുടെ ഭരണസഖ്യം വിട്ടു. സംഭാഷണത്തിനിടെ തികച്ചും അനൌദ്യോഗികമായി അങ്കിൾ എന്നാണ് ഷിനവത്ര ഹുൻസെന്നിനെ വിളിച്ചത്. അനന്തരവളായി കരുതി തന്നോട് അല്പം അനുകമ്പ കാണിക്കണമെന്നും രാജ്യത്തെ വിമർശകർ തന്നോട് രാജിവെച്ച് കംബോഡിയയുടെ പ്രധാനമന്ത്രിയായിക്കോ എന്ന് പറയുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നും അവർ സംഭാഷണത്തിൽ പറഞ്ഞു. കംബോഡിയൻ അതിർത്തിയുടെ ചുമതലയുള്ള കമാൻഡർ ബൂൻസിൻ പത്ക്ലാങ്ങിനെ കുറിച്ചും ഷിനവത്ര മോശമായി സംഭാഷണത്തിൽ വിവരിച്ചിട്ടുണ്ട്. അയാൾ എതിർചേരിയിൽ നിന്നുള്ളതാണെന്നും മാധ്യമങ്ങളോട് വീമ്പ് പറയാനാണ് അയാൾക്ക് താല്പര്യമെന്നും ഈ കാട്ടിക്കൂട്ടൽ തനിക്കിഷ്ടമല്ലെന്നുമാണ് അവർ പറഞ്ഞത്. തായ്ലൻഡിന് ബലഹീനതയുണ്ടെന്ന തരത്തിലാണ് ഷിനവത്രയുടെ നിലപാടെന്നും അത് പ്രധാനമന്ത്രിക്ക് ചേരാത്തതാണെന്നും വിമർശകർ പറയുന്നു. പിന്നാലെയാണ് സംഭവം വൻ വിവാദമായത്. തായ് രാജകുടുംബത്തിന്റെ അനുയായികളായ മഞ്ഞക്കുപ്പായക്കാരാണ്, അതായത് യെല്ലോ ഷർട്ട് ഗ്രൂപ്പ്, പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഷിനവത്രയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ തക്സിൻ ഷിനവത്രയെ ശക്തമായി എതിർത്തിരുന്നവരാണിവർ. തക്സിൻ ഹുൻസെന്നുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ കംബോഡിയയുടെ പ്രദേശങ്ങൾ അധിനിവേശ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് നിലവിൽ കംബോഡിയൻ സെനറ്റിന്റെ പ്രസിഡന്റ് കൂടിയായ ഹുൻസെൻ ശനിയാഴ്ച പറഞ്ഞു. തായ് സൈന്യം കംബോഡിയയുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കുമേൽ ഗുരുതര ലംഘനം നടത്തിയെന്നും ആരോപിച്ചു. മെയ് 28-ന് അതിർത്തി തർക്കം സായുധ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു. 2006-ലും 2014-ലും രാജ്യത്ത് പട്ടാള അട്ടിമറിയുണ്ടായത് യെല്ലോ ഷർട്ടിന്റെ ഭരണവിരുദ്ധ റാലികൾ അക്രമാസക്തമായതിനെ തുടർന്നാണ്. അതിലൂടെയാണ് തക്സിനും ഫെയ്ത്തോൺ തരണിന്റെ പിതൃ സഹോദരി യിങ്ലക് ഷിനവത്രയും അധികാരത്തിൽ നിന്ന് പുറത്തായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.